ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് OET സ്കോർ ചെയ്യാൻ പറ്റി. ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം. For admissions call 7594054282. കുട്ടമ്പുഴയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ച സംഭവത്തിൽ ഡീൻ കുര്യാക്കോസ് MP അടിയന്തര പ്രമേയത്തിന് ലോക്സഭയിൽ നോട്ടീസ് നൽകി. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 2 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവം ലോക്സഭയിൽ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ഡീൻ കുര്യാക്കോസ് MP അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ കാട്ടാന ആക്രമണത്തിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 2 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവം ലോക്സഭയിൽ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ഡീൻ കുര്യാക്കോസ് MP അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഉദ്യോഗസ്ഥന്മാരെ തീറ്റിപ്പോറ്റുകയാണ് ഗവൺമെൻറ്. അവർക്ക് എല്ലാ വിധത്തിലുമുള്ള പരിഗണന ഇത് വീണ്ടും കിട്ടുകയാണ്. എന്നാൽ സാധാരണക്കാർക്ക് യാതൊരു റൈറ്റും ഇല്ല, ഒരവകാശവും ഇല്ല. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ എത്രയോ ഒരു ജനാധിപത്യ രാജ്യത്ത് ഭൂഷണമല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഈ പറയപ്പെടുന്ന വീഴ്ച വരുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ക്രൂരമായ കുറ്റകൃത്യമാണ് ചെയ്തിട്ടുള്ളത്. ക്രിമിനൽ നെഗ്ലിജൻസാണ് അവരുടെ ഭാഗത്ത് വന്നിട്ടുള്ളത്. സമയത്ത് അവിടെ ചെന്ന് ഈ ആളുകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ബാധ്യതയുണ്ടായിരുന്നവർ. ഇപ്പോൾ എനിക്ക് ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് നേരിട്ട് അനുഭവമുണ്ട്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം കഴിഞ്ഞ നാളുകളിൽ ഇന്ദിരാമ എന്ന് പറയുന്ന തൊട്ടടുത്ത പഞ്ചായത്തിലെ ഒരു സ്ത്രീ മരണപ്പെട്ട സംഭവം ഉണ്ടായപ്പോൾ അവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വരാത്തത് എന്താണെന്ന് വിളിച്ചന്വേഷിച്ചപ്പോൾ രാവിലെ 9 മണിക്കാണ് സംഭവം. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വരാത്തത് എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് വാഹനമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ പറഞ്ഞത് പെട്രോൾ ഇല്ല എന്നാണ്. ഈ പറയപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ച ആർക്ക് ന്യായീകരിക്കാൻ കഴിയും? അപ്പം ഞാൻ ഈ വിഷയം ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. സംസാരിക്കാൻ അവസരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഉള്ളത്. സ്പീക്കറെ നേരിട്ട് കാണാൻ ശ്രമിക്കുന്നുണ്ട്. ലോക്സഭയുടെ ശ്രദ്ധയിലേക്ക് വീണ്ടും ഈ കാര്യം കൊണ്ടുവരും. കേരളത്തിലെ MP മാരെല്ലാവരും, ബഹുമാനിയായ പ്രിയങ്ക ഗാന്ധി വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഇഷ്യൂ വളരെ കൃത്യമായി ഇന്നലെ ഫോക്കസ് ചെയ്ത് ചോദ്യോത്തരവേളയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ മറ്റ് MP മാരും ഈ കാര്യത്തിൽ പിന്തുണയായിട്ടുണ്ട്. UDF ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. മുമ്പും അങ്ങനെ തന്നെയായിരുന്നു. ഇന്നും ആ ഒരു തരത്തിൽ തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ജനവാസ മേഖലകളിലും കൃഷിസ്ഥലത്തും വന്യമൃഗ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും അലംഭാവമാണെന്നും ഈ വിഷയത്തിൽ ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്നും ഡീൻ കുര്യാക്കോസ് MP ആവശ്യപ്പെട്ടു. ഇപ്പം ജനങ്ങളെ പഴി പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട ആളുകളാണ് ഒരുപക്ഷെ അവർ യാതൊരു മാർഗവുമില്ല. കൃഷിക്കാരെന്ന് പറഞ്ഞാൽ അവരുടെ അവസാനത്തെ തൊഴിൽ സാധ്യതയാണല്ലോ കാർഷിക രംഗം. അവിടെ ജോലി ചെയ്യുമ്പോൾ ഈ തരത്തിലുള്ള ഒരു സംരക്ഷണം കിട്ടാതെ വരുന്നു. ഇന്നലെ ആ ചെറുപ്പക്കാരൻ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനാണ്. സെക്യൂരിറ്റി ജീവനക്കാരൻ അയാളുടെ തൊഴിലിടത്തു നിന്നും രാത്രിയല്ലാതെ എപ്പോഴാണ് വീട്ടിൽ പോവുക? വീട്ടിൽ പോകുമ്പോഴുണ്ടായ ദാരുണമായ സാഹചര്യമാണ് അവിടെ ഈ വിധത്തിലേക്ക് കാര്യങ്ങൾ വന്നത്. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഉത്തരവാദിത്വം സർക്കാരിനാണ്. സർക്കാർ ഈ കാര്യത്തിൽ വന്നിട്ടുള്ള വീഴ്ച കൃത്യമായി പരിശോധിച്ചുകൊണ്ട് നടപടി സ്വീകരിക്കാൻ, മേലിൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിലേക്ക് കടക്കണമെന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ MCS ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ.